പേരിൽ ഉണർത്തുകയാണ്. പരിശുദ്ധമായ റമദാനിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ റമദാനിലൂടെ നമ്മൾ എന്താണ് നേടിയെടുക്കേണ്ടത്? പലപ്പോഴും നമ്മൾ പല ആളുകളെയും കുറിച്ച് പറയാറുണ്ട്, അവൻ വിജയിച്ചു എന്ന്. കച്ചവടത്തിൽ അവൻ വിജയിച്ചിട്ടുണ്ട്, വിദ്യാഭ്യാസ രംഗത്ത് അവൻ വിജയിച്ചിട്ടുണ്ട്. അങ്ങനെ ഭൗതികമായ നേട്ടങ്ങളെ അടിസ്ഥാനമാക്കിയാണ് പലപ്പോഴും ഒരാൾ വിജയിച്ചു എന്ന് ആളുകൾ വിലയിരുത്താറുള്ളത്. യഥാർത്ഥത്തിൽ എന്താണ് വിജയം? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഫമൻ സുഹ്സിഹ അനിൻ നാരി വ ഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ്. നരകത്തിൽ നിന്നും ആർ അകറ്റപ്പെടുകയും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്തുവോ തീർച്ചയായും അവൻ വിജയിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഈ റമദാനിലൂടെ ഏറ്റവും പ്രധാനമായി നമ്മൾ നേടിയെടുക്കേണ്ടത് നരകമോചനമായിരിക്കണം. നരകത്തിൽ നിന്ന് രക്ഷപ്പെടുകയും സ്വർഗത്തിൽ പ്രവേശിക്കുകയും ചെയ്യുക എന്നതായിരിക്കണം ഈ റമദാനിൽ നമ്മൾ ലക്ഷ്യം വെക്കേണ്ടത്. പ്രിയമുള്ളവരെ, നരകമെന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ വിഷയമല്ലല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നാറുക്കും ഹാദിഹി മാ യുഖിദു ബനു ആദമ ജുസ്ഉൻ വാഹിദും മിൻ 70 ജുസ്അൻ മിൻ നാരി ജഹന്നം. ഇവിടെ മനുഷ്യൻ കത്തിക്കുന്ന തീ എന്ന് പറഞ്ഞാൽ അത് നരകത്തീയുടെ 70 ഒരു ഭാഗമാണ് എന്ന്, ഇവിടെയുള്ള തീയിനേക്കാൾ 70 ഇരട്ടിയാണ് നരകത്തിലെ തീയിൻ്റെ ചൂട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ എത്ര ഭീകരമാണ് എന്ന് ആലോചിച്ച് നോക്കൂ. ജുമുഅ കഴിഞ്ഞ് നമ്മൾ പുറത്തേക്കിറങ്ങിയാൽ കാറിലേക്കൊന്ന് കയറുന്നതിന് മുമ്പ് ഒരല്പസമയം കാത്തു നിൽക്കും. ശക്തമായ വെയിൽ കാരണം പതഞ്ഞ ആ സീറ്റിലേക്കൊന്നിരിക്കാൻ നമുക്ക് പ്രയാസമാണ്. യഥാർത്ഥത്തിൽ അത് തീ പോലുമല്ല, ആ ചൂടുപോലും നമുക്ക് സഹിക്കുവാൻ സാധിക്കുന്നില്ല. അടുക്കളയിൽ ജോലി ചെയ്യുന്ന സമയത്ത് സഹോദരിമാരുടെ കൈ ചൂടുള്ള ചട്ടിയിലൊന്ന് കൊള്ളുമ്പോൾ എന്തൊരു വേദനയാണ് അവർ അനുഭവിക്കുന്നത്. യഥാർത്ഥത്തിൽ അതൊരു തീ പോലുമല്ല, തീയിനാൽ ചൂടായ ഒരു വസ്തുവിലുള്ള ഒരു ചൂട് മാത്രമാണ്. അപ്പോൾ ദുനിയാവിലെ ഒരു ചെറിയ ചൂട് പോലും, തീയുടെ ഒരു ചെറിയ അംശം പോലും നമുക്ക് സഹിക്കുവാൻ സാധിക്കുന്നില്ല എങ്കിൽ ഇതിനേക്കാൾ 70 ഇരട്ടിയുള്ള നരകച്ചൂട് എങ്ങനെയാണ് നമുക്ക് സഹിക്കുവാൻ സാധിക്കുക? പ്രിയമുള്ളവരെ, ഈ നരകത്തിൽ നിന്നാണ് റമദാനിൽ നമുക്ക് മോചനം ലഭിക്കേണ്ടത്. സ്വഹാബി പറയുകയാണ്, കുന്നാ മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദ് സമിഅ വജ്ബതൻ. ഞങ്ങളൊരിക്കൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഇരിക്കുമ്പോൾ ഒരു ശബ്ദം കേട്ടു. പ്രവാചകന്റെ ചോദ്യം, അതെന്താണ് എന്ന് നിങ്ങൾക്കറിയുമോ? സ്വഹാബാക്കൾ പറഞ്ഞു, അല്ലാഹു വ റസൂലുഹു അഅലം. അല്ലാഹുവിനും റസൂലിനും അറിയാം. റസൂലുള്ളാഹി പറഞ്ഞു, ഹാദാ ഹജറുൻ. സ്വഹാബ, അതൊരു കല്ലാണ്. റുമിയ ബിഹി ഫിന്നാരി മുൻദു 70 ഖരീഫ. 70 വർഷം മുമ്പേ നരകത്തിലേക്ക് എറിയപ്പെട്ട ഒരു കല്ലാണ്. ഫഹുവ യഹ്വി ഫിന്നാരിൽ ആന ഹത്താ ഇൻതഹാ ഇലാ ഖഅരിഹ. അത് നരകത്തിന്റെ ഏറ്റവും ആഴത്തിലേക്ക് എത്തിയത് ഇപ്പോഴാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ എത്ര വലുതാണ്, എത്ര ഭീകരമാണ് നരകം എന്ന് പ്രിയമുള്ളവരെ ആലോചിച്ചു നോക്കൂ. ആ നരകത്തിൽ നിന്നാണ് ഈ റമദാനിൽ നമുക്ക് മോചനം ലഭിക്കേണ്ടത്. നരകാവകാശികൾ നരകത്തിലെ ചൂട് കാരണം, ശക്തമായ ദാഹം കാരണം അവർ വെള്ളം ചോദിക്കുമ്പോൾ അവർക്ക് വെള്ളം നൽകുന്നുണ്ട്. നരകാവകാശികൾ വെള്ളം ചോദിക്കുമ്പോൾ അവർക്ക് വെള്ളം കൊണ്ട് സഹായിക്കപ്പെടും. എന്നാൽ ആ വെള്ളത്തിൻ്റെ പ്രത്യേകത കൽമുഹിൽ, ലോഹമുരുക്കിയതുപോലെയുള്ള പാനീയമായിരിക്കും. യശ്വിൽ വുജൂഹ്, ആ വെള്ളം കുടിക്കുമ്പോഴേക്ക് മുഖത്തെ തൊലിയെല്ലാം ഉരുകി ഒലിക്കുമെന്ന് പറയുമ്പോൾ എത്ര ഭീകരമായിരിക്കും അത്. അതുപോലെ അവർക്ക് കുടിക്കാൻ കൊടുക്കുന്ന മറ്റൊരു പാനീയമാണ് ഹമീം എന്ന പാനീയം അവരെ കുടിപ്പിക്കും. അത് കുടിക്കുമ്പോഴേക്ക്
വയറിലെ കുടൽമാലകളെല്ലാം പൊട്ടിത്തെറിക്കുമെന്ന് പറയുമ്പോൾ എത്ര ഭീകരമാണ് നരകമെന്ന് ആലോചിച്ചു നോക്കൂ. പ്രിയമുള്ളവരെ, ആ നരകത്തിൽ നിന്നാണ് ഈ റമളാനിൽ നമുക്ക് മോചനം ലഭിക്കേണ്ടത്. അലൈഹിന്നാറും മുഅ്സദ, ആ നരകത്തിന്റെ മുകളിൽ മൂടിയുണ്ടായിരിക്കും. എന്തിനാണ് നരകം അടച്ചു വെക്കപ്പെട്ടിട്ടുള്ളത്? അതിലുള്ള തീയും അതിലുള്ള ഉഷ്ണക്കാറ്റും അതിലെ തീപ്പൊരികളും അതുപോലെ കരിമ്പുകയും അതെല്ലാം പുറത്തു പോകാതെ നരകാവകാശികൾക്ക് ശിക്ഷയുടെ വേദന അധികരിപ്പിക്കുന്നതിന് വേണ്ടി നരകം മൂടി വെച്ചിട്ടുണ്ട് എന്ന് അള്ളാഹു പറയുമ്പോൾ വളരെ ഭീകരമാണ് നരകമെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ആ നരകമോചനത്തിനുള്ള ഏറ്റവും വലിയ അവസരമാണ് പ്രിയമുള്ളവരെ നമ്മുടെ മുന്നിലുള്ള ഈ റമളാൻ. അതുകൊണ്ട് ഈ റമളാൻ കഴിയുന്നതിന് മുമ്പ് നരകത്തിൽ നിന്ന് വിദൂരത്തേക്ക് എത്തുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതിനായി ഈ പരിശുദ്ധ റമളാനിനെയും ഈ റമളാനിലെ നോമ്പിനെയും ഉപയോഗപ്പെടുത്തുവാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, മൻ സ്വാമ യൗമൻ ഫീ സബീലില്ലാഹ്, ആരെങ്കിലും അല്ലാഹുവിന്റെ മാർഗത്തിൽ ഒരു നോമ്പെടുത്താൽ ബഅദല്ലാഹു വജ്ഹഹു അനിന്നാരി 70 ഖരീഫ, അവന്റെ മുഖത്തെ നരകത്തിൽ നിന്നും 70 വർഷം വഴിദൂരത്തേക്ക് അള്ളാഹു മാറ്റുന്നതാണ്. അത് ഒരു സുന്നത്ത് നോമ്പിന്റെ അവസ്ഥയാണ്. അപ്പൊ ഒരു ഫർള് നോമ്പെടുക്കുന്ന വിശ്വാസിയുടെ അവസ്ഥ എന്തായിരിക്കും? ഇപ്പൊ റമളാനിൽ 29ഉം 30ഉം ഫർള് നോമ്പുകൾ എടുക്കുന്ന ഒരു വിശ്വാസിയുടെ അവസ്ഥ എന്തായിരിക്കും? അതുകൊണ്ട് പ്രിയമുള്ളവരെ, റമളാനിലെ നോമ്പുകൾ ആത്മാർത്ഥമായി നമ്മൾ നോറ്റാൽ നരകത്തിൽ നിന്നും എത്ര വിദൂരത്തേക്ക് എത്തുവാൻ നമുക്ക് സാധിക്കും. മറ്റൊരിക്കൽ പ്രവാചകൻ പറഞ്ഞു, മൻ സാമ യൗമൻ ഫീ സബീലില്ലാഹ് ജഅലല്ലാഹു ബൈനഹു വബൈനൻ നാരി ഖന്ദഖ കമാ ബൈനസ് സമാഇ വൽ അർദ്. ഒരാൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരു നോമ്പെടുത്താൽ ആകാശഭൂമികൾക്കിടയിൽ എത്ര ദൂരമുണ്ടോ അത്രയും വലിയ ഒരു കിടങ്ങ് അവനും നരകത്തിനുമിടയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കുമെന്നാണ്. അപ്പോൾ പ്രിയമുള്ളവരെ, ഈ റമളാൻ കഴിയുമ്പോഴേക്ക് നമുക്കും നരകത്തിനുമിടയിൽ ആകാശഭൂമികൾക്കിടയിൽ എത്ര വ്യത്യാസമുണ്ടോ അത്രയും ദൂരത്തേക്ക് എത്തുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നരകത്തിൽ നിന്നും വിദൂരത്തേക്ക് മാറിപ്പോകുവാൻ ഈ റമളാനിലൂടെ നമുക്ക് സാധിക്കണം. അതിനെന്ത് വേണം? അതിന് നരകമോചനം കരസ്ഥമാക്കുന്ന കാര്യങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കണം. നരകത്തിലേക്ക് പ്രവേശിക്കും, നരകമുണ്ട് എന്ന് പഠിപ്പിച്ച തിന്മകളിൽ നിന്ന് പൂർണ്ണമായി വിട്ടുനിൽക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ വിശ്വാസരംഗമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്കെതിരായി, തൗഹീദിനെതിരായി, ശിർക്ക് നമ്മുടെ ജീവിതത്തിൽ ഇല്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അല്ലാഹു അല്ലാത്ത ഏതെങ്കിലും ജാറങ്ങളിലേക്കോ ഏതെങ്കിലും മക്ബറകളിലേക്കോ ഏതെങ്കിലും മഹാന്മാരിലേക്കോ ഞാൻ എൻ്റെ കൈകൾ ഉയർത്തുന്നില്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഇസ്ലാം വിരോധിച്ച പ്രവർത്തനങ്ങളിൽ നിന്ന് പൂർണ്ണമായി വിട്ടുനിൽക്കുവാൻ സാധിക്കണം. ഇസ്ലാം വിരോധിച്ച ലഹരിയുമായി നമുക്കൊരു ബന്ധവുമില്ല എന്ന് പ്രഖ്യാപിക്കുവാൻ സാധിക്കണം. നോമ്പ് തുറന്നയുടനെ സിഗരറ്റ് വലിക്കാൻ ഓടുന്ന ആളുകൾ, നോമ്പ് തുറന്നയുടനെ ലഹരിപ്പൊതിയിലേക്ക് ഓടുന്ന ആളുകൾ, പ്രിയമുള്ളവരെ, അവരുടെ നോമ്പ് കൊണ്ട് എന്തർത്ഥമാണുള്ളത്? പകൽ മുഴുവൻ വലിയ ത്യാഗം സഹിച്ച് വിശപ്പും ദാഹവും അനുഭവിച്ച് ഭക്ഷണവും വെള്ളവും മാറ്റിവെച്ച് അവസാനം നോമ്പ് തുറന്ന് ലഹരി ആസ്വദിക്കാൻ ഓടുന്നവരുടെ നോമ്പിന്, സിഗരറ്റ് ആസ്വദിക്കാൻ ഓടുന്നവരുടെ നോമ്പിന് എന്തർത്ഥമാണുള്ളത്? പരിശുദ്ധ റമളാനിന്റെ പകലിൽ പോലും ഹറാമായ സംഗീതങ്ങളും ഹറാമായ സിനിമകളും കണ്ട് ആസ്വദിക്കുന്നവർ മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിലുണ്ട്. നാവിനെ നിയന്ത്രിക്കുവാൻ പോലും കഴിയാത്തവർ മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിലുണ്ട്. പ്രിയമുള്ളവരെ, നമുക്കെങ്ങനെ നരകമോചനം കരസ്ഥമാക്കുവാൻ സാധിക്കും? ഹറാമുകളിൽ ഇപ്പോഴും മുങ്ങിക്കുളിച്ച് നിൽക്കുന്നവർ, സാമ്പത്തിക രംഗത്ത് സൂക്ഷ്മത പാലിക്കാൻ കഴിയാത്തവർ, പരീക്ഷയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർ, പ്രിയമുള്ളവരെ, നമുക്കെങ്ങനെ നരകമോചനം കരസ്ഥമാക്കുവാൻ സാധിക്കും? അതുകൊണ്ട് ഹറാമുകളിൽ നിന്ന് പൂർണ്ണമായി വിട്ടുനിന്ന് ഈ റമളാനിലും ഈ റമളാനിലപ്പുറവും എൻ്റെ റബ്ബിന് ഇഷ്ടമില്ലാത്ത പ്രവർത്തനങ്ങളിലേക്ക് ഞാൻ കടന്നു ചെല്ലുകയില്ല എന്ന് തീരുമാനിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ
ഭയം കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഉളുഹിയത്തിന് ഒരു മാടിനെ അറുക്കുന്ന സമയത്ത് അത് തൊട്ടപ്പുറത്തുള്ള മറ്റൊരു മാട് കണ്ടാൽ അതിൻ്റെ സ്വഭാവം മാറാൻ തുടങ്ങും, അത് വിരളാൻ തുടങ്ങും, അത് ഒരു പ്രത്യേക തരത്തിലുള്ള ശബ്ദം ഉണ്ടാക്കാൻ തുടങ്ങും, അതിൻ്റെ സ്വഭാവത്തിൽ നമുക്കൊരു മാറ്റം അനുഭവപ്പെടും. അത് മരണത്തെ പേടിക്കുകയാണ്. എന്നാൽ ഇന്ന് മരണ വീട്ടിൽ പോലും തമാശകൾ പറഞ്ഞ് 6 അടി മണ്ണിലേക്ക് സഹോദരങ്ങളെ ഇറക്കി വെക്കുന്ന സമയത്ത് പോലും തമാശകളും ഭൗതിക വിഷയങ്ങളും പറഞ്ഞ് രസിച്ച് കളിക്കുന്ന ആളുകൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. പ്രിയമുള്ളവരെ, ഭയപ്പെടണം, മരണത്തെ ഭയപ്പെടണം, ബർസഖി ലോകത്തെ ഭയപ്പെടണം, അതിനപ്പുറമുള്ള മഹ്ശറിനെയും അള്ളാഹുവിൻ്റെ മുന്നിലുള്ള വിചാരണയെയും ഭയപ്പെടണം. ഭയപ്പെടാൻ മാത്രമുള്ളത് കൊണ്ടാണ് ഗൗരവത്തിൽ ഖുർആനിലും ഹദീസുകളിലും അള്ളാഹു സുബ്ഹാനഹു വ തആലയും റസൂലും ആ വിഷയം നമ്മെ ഉണർത്തുന്നത്. അതുകൊണ്ട് ആ ഒരു പേടി ഈ റമളാനിൽ നാം ഉണ്ടാക്കിയെടുക്കണം. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഒരു യാത്രയിലാണ്. ഒരു സ്വഹാബിയുടെ ഖുർആൻ പാരായണം കേൾക്കാനിടയായി. ഉമർ റളിയല്ലാഹു അൻഹു അത് ശ്രദ്ധിച്ചു. സ്വഹാബി സൂറത്തു തൂർ പാരായണം ചെയ്ത് ഇന്ന അദാബ റബ്ബിക ലവാഖിഅ, ദാ നിന്റെ റബ്ബിന്റെ ശിക്ഷ അത് നടപ്പിലാവുക തന്നെ ചെയ്യുമെന്ന് ആയത്തോതിയപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ രൂപം മാറാൻ തുടങ്ങി. ഉമർ റളിയല്ലാഹു അൻഹു അള്ളാഹുവിന്റെ ശിക്ഷയെ കുറിച്ച് ആലോചിച്ച് ഭയപ്പെടുകയാണ്. അദ്ദേഹത്തിന്റെ രൂപം മാറാൻ തുടങ്ങി. ആ ഒരായത്ത് കേട്ട് ഒരു മാസക്കാലത്തോളം ഉമർ എന്ന സ്വഹാബി രോഗിയായി എന്ന് പറയുമ്പോൾ പ്രിയമുള്ളവരെ, നമ്മൾ എത്ര ഭയപ്പെടണം. നമുക്കുമില്ലേ ഒരു ഹിസാബ്, അള്ളാഹുവിന്റെ മുന്നിൽ നിൽക്കുന്ന ഒരു വിചാരണ നമുക്കും വരാനില്ലേ? അനുഗ്രഹങ്ങൾക്ക് മറുപടി പറയേണ്ടി വരുന്ന ഒരു ദിവസം നമുക്കും വരാനില്ലേ? നമ്മൾ എത്ര ഭയപ്പെടണം എന്നാലോചിച്ച് നോക്കൂ. മഹാനായ അബൂ ദർദാ റളിയല്ലാഹു അൻഹു അറിയപ്പെട്ട സ്വഹാബിയാണ്. അദ്ദേഹം പറയുന്നുണ്ട്, ഇന്ന അശദ്ദ മാ അഖാഫു അലാ നഫ്സി യൗമൽ ഖിയാമ, നാളെ പരലോകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് അയ്യുഖാൽ, എന്നോട് ചോദിക്കും, യാ അബൂ ദർദാ, ഓ അബൂ ദർദായെ, ഖദ് അലിംത, നീ പല കാര്യങ്ങളും അറിഞ്ഞിട്ടില്ലേ? ദീനിലുള്ള ഒരുപാട് കാര്യങ്ങൾ നീ മനസ്സിലാക്കിയിട്ടില്ലേ? ഫകൈഫ അമിൽത ഫീമാ അലിംത, നീ മനസ്സിലാക്കിയ, നീ അറിഞ്ഞ കാര്യങ്ങൾ കൊണ്ട് നീ എന്ത് പ്രവർത്തിച്ചു എന്ന ചോദ്യമാണ് ഞാൻ ഭയപ്പെടുന്നത് എന്ന് പറയുന്നത് പ്രവാചകന്റെ ഒരു സ്വഹാബിയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ ഒരുപാട് കാലം അദ്ദേഹം ജീവിച്ചിട്ടൊന്നുമില്ല. വളരെ കുറഞ്ഞ കാലം, 10 വർഷത്തിന് താഴെ പ്രവാചകന്റെ കൂടെ അദ്ദേഹം ജീവിച്ചിട്ടുള്ളൂ. ആ സ്വഹാബി പറയുകയാണ്, ഞാൻ പഠിച്ച, ഞാൻ മനസ്സിലാക്കിയ വിഷയങ്ങൾ അതുമൂലം എന്ത് നീ ചെയ്തു എന്ന ചോദ്യമാണ് പരലോകത്തെന്നെ ഭയപ്പെടുത്തുന്നത്. ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങളിൽ നിരതനായി നിലകൊണ്ട മഹാനായ സ്വഹാബി പറയുകയാണ്, ഞാൻ എന്ത് ചെയ്തു എന്നാണ് എൻ്റെ റബ്ബെന്നോട് ചോദിക്കുന്നതിന് ഞാൻ ഭയപ്പെടുന്നത് എന്ന് പറയുമ്പോൾ പ്രിയമുള്ളവരെ, നമ്മളും ഭയപ്പെടേണ്ടതില്ലേ? നമ്മോടും ആ ചോദ്യമില്ലേ? ചെറിയ പ്രായം മുതൽ തൗഹീദിന് വേണ്ടി നിലകൊണ്ട മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം കേൾക്കുന്നവരാണ് നമ്മൾ. ഉമയ്യത്തിന്റെ ചാട്ടവാറ് കൊണ്ടുള്ള പ്രഹരങ്ങളും മരുഭൂമിയിൽ മലർത്തിക്കടത്തി ചാട്ടവാറ് കൊണ്ട് അടിച്ചുകൊണ്ടിരിക്കുന്നതും ശക്തമായ പീഡനങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതുമായ ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം, തൗഹീദിന് വേണ്ടി ഘോരഘോരമായി ശബ്ദിച്ച നിലകൊണ്ട ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം ഖുത്ബകളിലൂടെയും പ്രസംഗങ്ങളിലൂടെയും ചെറുപ്പം മുതൽ കേൾക്കുന്നവരല്ലേ നമ്മൾ? എന്നിട്ട് തൗഹീദിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്തു? അള്ളാഹു മാത്രമാണ് ആരാധ്യൻ എന്ന് പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്തു? അള്ളാഹു സൃഷ്ടിച്ച സൂര്യനും ചന്ദ്രനും ഞാനും നിങ്ങളും എല്ലാം തൗഹീദിനാണ്. ആ തൗഹീദ് എത്ര ആളുകളോട് പറയുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്?
അല്ലാഹു അല്ലാത്ത ജാറങ്ങളിലേക്കും മക്ബറകളിലേക്കും മഹാന്മാരുകളിലേക്കും കൈകൾ ഉയർത്തുന്ന നൂറുകണക്കിന് ആളുകൾ നമ്മുടെ ചുറ്റുപാടും ജീവിക്കുന്നില്ലേ? എത്ര സഹോദരങ്ങളോട്, എത്ര വീടുകളിൽ, എത്ര കുടുംബങ്ങളിൽ ഈ തൗഹീദിന്റെ വെളിച്ചമെത്തിക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്? പ്രിയമുള്ളവരെ, തൗഹീദിന് വേണ്ടി നീ എന്ത് ചെയ്തു എന്ന് നാളെ നമ്മുടെ റബ്ബ് നമ്മോട് ചോദിക്കുമ്പോൾ എന്താണ് നമ്മൾ മറുപടി പറയുക? അതുകൊണ്ട് വളരെ ഗൗരവത്തിൽ ആ വിഷയം നമ്മൾ നോക്കിക്കാണേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ റമളാനിലൂടെ നരകമോചനം നൽകുന്നവരുടെ കൂട്ടത്തിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അള്ളാഹുവെ സൂക്ഷിച്ച് അവന് വഴിപ്പെട്ടുകൊണ്ട് ജീവിതം ചിട്ടപ്പെടുത്തണമേ എന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്, ദീനിൻ്റെ പേരിൽ ഉണർത്തുകയാണ്. സഹോദരങ്ങളെ, ശക്തമായ ചൂടാണ് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരല്പം പ്രയാസം സഹിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ഓരോരുത്തരും ഓരോ ദിവസവും നോമ്പിനെ തള്ളി നീക്കുന്നത്. എന്നാൽ ഇത്രയധികം പ്രയാസപ്പെട്ട് നോമ്പ് നോറ്റും മണിക്കൂറുകളോളം ഭക്ഷണവും വെള്ളവും മാറ്റിവെച്ചും പ്രതിഫലം ആഗ്രഹിക്കുന്ന ചില ആളുകൾക്കത് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റുബ്ബ സ്വാഇമിൻ, എത്രയെത്ര നോമ്പുകാരാണ്, ലൈസ മിൻ സിയാമിഹി ഇല്ലൽ ജൂഅ്, അവരുടെ നോമ്പ് കൊണ്ട് വിശപ്പ് മാത്രമാണ് അവർക്ക് ലഭിക്കുന്നത്. നോമ്പ് കൊണ്ട് പ്രതിഫലം ലഭിക്കാത്ത, പരലോകത്താ നോമ്പ് കൊണ്ട് ഒരു പ്രയോജനവുമില്ലാത്ത, വിശപ്പിനെ മാത്രം വിലക്ക് വാങ്ങുന്ന ചില നോമ്പുകാരുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. എന്താണ് അതിന് കാരണം? അത് മറ്റൊരു ഹദീസിൽ പ്രവാചകൻ പറഞ്ഞു, മല്ലം യദഅ ഖൗല അസ്സൂരി വൽ അമല ബിഹി, ആരെങ്കിലും മോശമായ സംസാരങ്ങളും മോശമായ പ്രവർത്തനങ്ങളും ഉപേക്ഷിക്കുന്നില്ല എങ്കിൽ ഫലൈസ ലില്ലാഹി ഹാജ ഫി അയ്യദഅ തആമഹു വശറാബഹു, അവൻ ഭക്ഷണം ഉപേക്ഷിക്കുന്നത് കൊണ്ടും അവൻ പാനീയം ഉപേക്ഷിക്കുന്നത് കൊണ്ടും അല്ലാഹുവിന് ആവശ്യവുമില്ല. ഇപ്പം മോശമായ സംസാരങ്ങൾ, മോശമായ പ്രവർത്തനങ്ങൾ, നാവിനെ സൂക്ഷിക്കുവാൻ, കണ്ണുകളെ നിയന്ത്രിക്കുവാൻ, കാതുകളെ നിയന്ത്രിക്കുവാൻ കഴിയാത്ത ആളുകൾക്ക് ഈ നോമ്പ് വെറുതെയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. നോമ്പുകാരനായിട്ടും മറ്റുള്ളവരുടെ ന്യൂനതകൾ തേടി നടക്കുന്ന ആളുകൾ, അത് സമൂഹത്തിൽ ഇങ്ങനെ പ്രചരിപ്പിക്കുന്ന ആളുകൾ, മറ്റുള്ളവരുടെ കുറവുകളും കുറ്റങ്ങളും പറഞ്ഞു നടക്കുന്ന ആളുകൾ, ഗീബത്തും നമീമത്തും പരത്തുന്ന ആളുകൾ, പ്രിയമുള്ളവരെ, നമ്മുടെ നോമ്പ് കൊണ്ട് എന്ത് പ്രയോജനം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രണ്ട് സ്വഹാബാക്കൾ അബൂബക്കർ, ഉമർ റളിയല്ലാഹു അൻഹുമ, അവരൊരു യാത്രയിലാണ്. യാത്രയിൽ അവർക്കൊപ്പമുള്ള അവർക്ക് ഹിദ്മത്ത് ചെയ്യാൻ, സേവനങ്ങൾ അനുഷ്ഠിക്കുവാൻ ഒരു മനുഷ്യനുണ്ടായിരുന്നു. ക്ഷീണം കാരണം അയാളൊന്ന് ഉറങ്ങിപ്പോയി. പിന്നീട് പ്രവാചകൻ എല്ലാവർക്കും ഭക്ഷണം വിളമ്പുന്ന സമയത്ത് അയാളെപ്പോഴും ഉറക്കത്തിലാണ്. അബൂബക്കർ, ഉമർ റളിയല്ലാഹു അൻഹുമ അയാളെക്കുറിച്ച് പറഞ്ഞു, ഇന്ന ഹാദാ ലനഊം, ഇയാൾ എന്തൊരു ഉറക്കക്കാരനാണ്, നന്നായി ഉറങ്ങുന്നയാളാണല്ലോ. എന്നിട്ട് അയാളെ ഉണർത്തുകയും പ്രവാചകൻ അരികിലേക്ക് വിട്ട് ഭക്ഷണം കൊണ്ടുവരാൻ ആവശ്യപ്പെടുകയും ചെയ്തു. അബൂബക്കർ, ഉമർ റളിയല്ലാഹു അൻഹുമ അവർക്ക് ആവശ്യമായ ഭക്ഷണം മേടിക്കുവാൻ ഈ മനുഷ്യൻ പ്രവാചകന്റെ അരികിലേക്ക് എത്തിയപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, അവർക്ക് ആവശ്യമുള്ള മാംസം ഞാൻ നൽകിയതാണല്ലോ. ഈ മനുഷ്യൻ നേരെ അവരോട് ചെന്ന് പറഞ്ഞു, നിങ്ങൾക്ക് പ്രവാചകൻ ഭക്ഷണം നൽകിയിട്ടുണ്ട് എന്നാണല്ലോ പറഞ്ഞത്. അവര് അസ്വസ്ഥരായിക്കൊണ്ട് റസൂലുള്ളാഹിയുടെ അരികിലേക്ക് എത്തി. പ്രവാചകരെ, ഞങ്ങൾക്ക് താങ്കൾ ഭക്ഷണം നൽകിയിട്ടില്ലല്ലോ, പക്ഷെ നൽകി എന്നാണ് ഞങ്ങളുടെ സേവകനോട് താങ്കൾ പറഞ്ഞത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ സഹോദരനെ കുറിച്ച് പറഞ്ഞ ആ വാക്കുണ്ടല്ലോ, അതാണ്, അതവൻ്റെ ഇറച്ചി തിന്നതാണ്. ആ സഹോദരന്റെ ഇറച്ചി നിങ്ങളുടെ പല്ലുകൾക്കിടയിൽ ഞാൻ കാണുന്നുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്.
എന്തേ പറഞ്ഞിട്ടുള്ളൂ? എന്തൊരുറക്കാണ്, നല്ല ഉറക്കക്കാരനാണല്ലോ എന്ന വാക്കുപോലും ഒരാളെക്കുറിച്ച് ഗീബത്ത് പറയലാണ് എങ്കിൽ പ്രിയമുള്ളവരെ, നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് പറയുന്ന ഓരോ വാക്കുകൾക്കും അള്ളാഹുവിൻ്റെ മുന്നിൽ എത്ര ഗൗരവമുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ വളരെ ഗൗരവത്തിൽ ഈ റമളാനിനും അതിന് ശേഷവും നമ്മുടെ നാവിനെ സൂക്ഷിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വറുബ്ബ ഖായിമിൻ, എത്രയെത്ര നിന്ന് നിസ്കരിക്കുന്ന ആളുകളാണ്, തറാവീഹും മറ്റും ദീർഘമായി നിസ്കരിക്കുന്ന എത്ര ആളുകളാണ്. ലൈസ ലഹു മിൻ ഖിയാമിഹി ഇല്ല സഹർ, എന്നാൽ അവരുടെ നിസ്കാരം കൊണ്ട് ക്ഷീണം മാത്രമാണ് അവർക്ക് ലഭിക്കുന്നത്. 1 മണിക്കൂർ നിസ്കാരത്തിൻ്റെ പ്രതിഫലം അവർക്ക് പരലോകത്ത് ലഭിക്കുന്നില്ല. അവർക്ക് ആകെ ലഭിച്ചത് നിന്ന് തളർന്നു എന്നതിൻ്റെ ക്ഷീണം മാത്രമാണ്. എന്താണ് അതിന് കാരണം? അവരുടെ നീയത്ത് ശരിയാവാത്തത് കൊണ്ടാണ്, അവരുടെ സംസാരം ശരിയാവാത്തത് കൊണ്ടാണ്, അവരുടെ പ്രവർത്തനങ്ങളിൽ ഹറാമ് കലർന്നു വന്നു എന്നതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ റമളാനിൻ്റെ പകലുകളിലും ഈ മാസത്തിലും അതിനപ്പുറവും ഹറാമുകളിൽ നിന്ന് പൂർണ്ണമായി വിട്ടുനിൽക്കുവാൻ, പ്രത്യേകിച്ച് നാവിനെ സൂക്ഷിക്കുവാൻ പ്രിയമുള്ളവരെ നമുക്ക് സാധിച്ചിട്ടില്ല എങ്കിൽ നമ്മുടെ ഈ പ്രവർത്തനങ്ങളൊന്നും അള്ളാഹുവിൻ്റെ അടുക്കൽ വിലയുണ്ടാവുകയില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ റമളാനിൽ നമ്മൾ നിർവഹിക്കുന്ന മുഴുവൻ ആരാധനാ കർമ്മങ്ങളും സ്വാലിഹാമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ആ കർമ്മങ്ങൾ കാരണത്താൽ നരകമോചനം അവൻ നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവൻ്റെ ആകാശഭൂമികളെക്കാൾ പ്രവിശാലമായ സ്വർഗത്തിലേക്ക് നാം ഏവരെയും അവൻ പ്രവേശിപ്പിക്കുമാറാകട്ടെ. പ്രാർത്ഥനയ്ക്ക് വേണ്ടി വസീയത്ത് ചെയ്ത 2-3 സഹോദരിമാരുണ്ട്. നമ്മുടെ പള്ളിയിലെ സജീവ പ്രവർത്തകനായ ഒരു സഹോദരൻ, അദ്ദേഹത്തിൻ്റെ ഉമ്മ ഒരൽപ്പം പ്രയാസങ്ങളായി ആശുപത്രിയിലാണ്. അള്ളാഹു അവർക്ക് എത്രയും പെട്ടെന്ന് ആഫിയത്തും അതുപോലെ തന്നെ റാഹത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരനുഭവിക്കുന്ന മുഴുവൻ പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല എത്രയും പെട്ടെന്ന് ഒരു ദൂരീകരണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ ക്യാൻസർ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരു സഹോദരി പ്രാർത്ഥനയ്ക്ക് വേണ്ടി വസിയത്ത് ചെയ്തിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ രോഗങ്ങളെല്ലാം പരിപൂർണമായി ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. പൂർണ്ണമായ ആഫിയത്ത് ദീർഘായുസ്സും അള്ളാഹു അവർക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവെ, ഞങ്ങളിൽ നിന്ന് വന്നുപോയ തെറ്റുകൾ നീ വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ. ഞങ്ങൾ രോഗിയായി കിടക്കുന്ന ധാരാളം ആളുകളുടെ അവരുടെ രോഗങ്ങൾക്ക് നീ ശമനം നൽകി അനുഗ്രഹിക്കണമേ. അള്ളാഹുവെ, കടം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ധാരാളം ആളുകളുണ്ട്, അവരുടെ കടങ്ങൾ നീ ദൂരീകരിച്ചു കൊടുക്കണമേ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം.